ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. നിലമ്പൂർ ബൈപ്പാസ് 1ാം ഘട്ട നിർമ്മാണത്തിന് ഉടൻ സാങ്കേതികാനുമതി നൽകി ടെൻഡർ നടപടികൾ വേഗത്തിലാക്കാമെന്ന് പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി.എ. മുഹമ്മദ് റിയാസിന്റെ ഉറപ്പ്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ തടസ്സങ്ങൾ നീക്കി പ്രവൃത്തി വേഗത്തിലാക്കാൻ മന്ത്രിതല യോഗം വിളിക്കാമെന്നും വ്യക്തമാക്കി. മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ഉറപ്പുകൾ ലഭിച്ചതെന്ന് നിലമ്പൂർ എം.എൽ.എ. ആര്യടൻ ഷൗക്കത്ത് അറിയിച്ചു. ഇന്ന് സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പൊതുമരാമത്ത് പ്രവൃത്തി അവലോകന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ നിവേദനവും എം.എൽ.എ. സമർപ്പിച്ചു. നിലമ്പൂർ ബൈപ്പാസിന് 227 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. ഇതിൽ ആദ്യഘട്ട പൂർത്തീകരണത്തിന് 35 കോടി രൂപയുടെ സാങ്കേതികാനുമതിയാണ് തേടിയത്. ആദ്യഘട്ടത്തിന്റെ സാങ്കേതികാനുമതിയും ടെൻഡർ നടപടിയും വേഗത്തിലാക്കാമെന്ന ഉറപ്പാണ് ലഭിച്ചത്. 30 വർഷം മുൻപ് ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം കണക്കാക്കി കുറവ് വരുത്തരുതെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു. 12 വർഷത്തെ പലിശയും നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചു. എടക്കര ബൈപ്പാസ് റോഡിന്റെ 2ാം ഘട്ട നിർമ്മാണത്തിന് സാങ്കേതികാനുമതിക്കായുള്ള നടപടി വേഗത്തിലാക്കാമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. 2 കോടി രൂപയാണ് എടക്കര ബൈപ്പാസ് 2ാം ഘട്ടത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ചന്തക്കുന്നിൽ നിന്നും വെളിയംതോട് വരെ CNG റോഡ് ഉയർത്തി വെളിയംതോടിൽ വെള്ളക്കെട്ടില്ലാതെ 5 കോടി രൂപ ചിലവിൽ നവീകരിക്കുന്ന പ്രവൃത്തിയും ഉടൻ ആരംഭിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും ആവശ്യമുന്നയിച്ചു. പൊതുമരാമത്ത് വകുപ്പ് നിലമ്പൂർ നഗരസഭയിൽ നിന്നും ഏറ്റെടുത്ത തൃക്കൈക്കുത്ത് പാലം അപ്രോച്ച് റോഡ് 1.80 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി വേഗത്തിൽ നൽകണം. മലയോര ഹൈവേ പൂക്കോട്ടുംപാടം മുണ്ടേരി റോഡിന്റെ 3ാം ഘട്ടം കാറ്റാടിക്കടവ് മുതൽ ചാത്തമുണ്ട വരെ 12 മീറ്ററായി പുനഃസ്ഥാപിച്ച് നിർമ്മിക്കുക. പുഞ്ചകൊല്ലി പാലത്തിന്റെ 8.40 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി. കവളപ്പൊയ്ക ഇല്ലിക്കോട് പാലത്തിന്റെ 7.33 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി അടക്കമുള്ള 12 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ മന്ത്രിതല യോഗം വിളിക്കാമെന്ന ഉറപ്പും ലഭിച്ചതായും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്ട്രി ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.